വെൽക്കം ബാക്ക് ടു എജുപോഡ്. സ്വാതി മിസ് ആണ്. നിങ്ങളുടെ ഹിന്ദി പബ്ലിക് എക്സാം തൊട്ടടുത്താണ് അല്ലേ? നിങ്ങൾ നാളത്തെ ദിവസം എക്സാം എഴുതാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. സോ മിസ് ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് അല്ലേ വർഷങ്ങളായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമർ ഈസി ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഗ്രാമർ ഓക്കെ, നിങ്ങൾക്ക് ഏതാണ് ഗ്രാമർ വരാറ്? സർവനാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമർ ആണ് നിങ്ങൾക്ക് വരാറ്. സർവനാമം നിന്ന് 1 or 2 മാർക്കിന് മാത്രമാണ് ഗ്രാമർ ചോദിക്കാറ്. നിങ്ങൾ ഗ്രാമർ എന്തോ വലിയ സംഭവമാണ് അല്ലെ, എന്നെ കൊണ്ട് നടക്കൂല, അത് എന്തോ എന്നെ കൊണ്ട് പറ്റാത്തതാണെന്നൊക്കെ വിചാരിച്ച് വിടുമ്പോഴാണ് നിങ്ങൾക്ക് ആകെ മൊത്തം എന്താണ് മാർക്ക് പോകുന്നത്, ഗ്രാമർ നിങ്ങൾക്ക് താല്പര്യമില്ലാതാവുന്നത്. പക്ഷെ നോക്കിക്കോളൂ, ജസ്റ്റ് ഒരു 10 മിനിറ്റില് സർവനാം ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എങ്ങനെ എഴുതാമെന്ന് മിസ് ഈ വീഡിയോനകത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോവാണ്. വെരി ഈസി ആയിട്ട് മിസ് കോംപ്ലിക്കേറ്റഡ് ആക്കി ഒരുപാട് വലിച്ചു നീട്ടി ഒന്നും പറയുന്നില്ല. ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്ന സർവനാം മിസ് ഇവിടെ ക്ലിയർ ചെയ്ത് തരാം. സോ മക്കളെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുപോഡ്. സോ നോക്കിക്കോളൂ, സർവനാമാണ്. അതിന് മുൻപ് മിസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചു തരാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. എന്താണിത് ഒന്ന് നോക്കിക്കേ. സഹി വികൽപ്പ് ചുൻകർ ലിഖേ, ശരിയായിട്ടുള്ള രൂപം കണ്ടെത്തുക. എന്നിട്ട് നോക്കിയേ, ഇങ്ങനെ ഓപ്ഷൻസ് നിങ്ങൾക്ക് തരാറുണ്ടല്ലോ. വേ പ്ലസ് കോ ഉൻഹേം, വൗ പ്ലസ് കോ ഉൻഹേം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരിയായിട്ടുള്ളത് തെരഞ്ഞെടുത്ത് എഴുതാൻ പറയാറുണ്ട്. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ എന്താണ് സർവനാം, ഏത് ക്വസ്റ്റ്യൻ ആണ്, ഗ്രാമർ എങ്ങനെയാണ് വരാറ് എന്ന്. സെയിം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മിസ് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ നോക്കിക്കോ, ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ വഹ് എന്താണ്, കാ എന്താ, കെ എന്താ എന്നൊക്കെ മിസ് പെട്ടെന്ന് പറഞ്ഞുതരാം. സോ മക്കളെ ഒരു സെക്കൻഡ്. യെസ്, നോക്കിക്കോ. അപ്പം ആദ്യം സർവനാം സർവനാം എന്നിങ്ങനെ റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഈ സർവനാം എന്ന് ഈസി ആയിട്ട് പറഞ്ഞുതരാം. സർവനാം നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ പ്രോനൗൺ എന്നാണ് പറയുന്നത്. നൗൺ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാം, അതായത് നമ്മൾ ഒരു പേരിനെ ഒരു സ്ഥലത്തിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൗൺ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പ്രോനൗൺ എന്താണ്, നൗണിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നത്, ഒരു പേരിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടി ഈസി ആയിട്ട് മിസ് പറഞ്ഞുതരാം. മിസ്സിന്റെ പേര് ഇപ്പൊ സ്വാതി എന്നാണ്. അപ്പൊ മിസ്സിനെ കുറിച്ച് പറയുകയാണ്. സ്വാതിയുടെ വീട് കോഴിക്കോടാണ്. സ്വാതി ഈ ആളുടെ മകളാണ്. സ്വാതി ഇതാണ് പഠിച്ചത്. സ്വാതി ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. റിപ്പീറ്റ് സ്വാതി സ്വാതി എന്ന് കേൾക്കുമ്പോൾ നല്ല വൃത്തികേടുണ്ടല്ലോ അല്ലേ. അങ്ങനെ നമ്മളൊരു സംസാരത്തിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു സെന്റൻസ് എഴുതുന്ന സമയത്ത്, ഒരു പാരഗ്രാഫ് എഴുതുന്ന സമയത്ത് പേരിന്റെ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, സർവനാം എന്ന് പറയുന്നത്. ഒരു തവണ സ്വാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് സ്വാതിയെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയും, അവൾ, അവൾ അല്ലെങ്കിൽ ഇവൾ എന്നാണല്ലോ പറയാ. അതിനെയാണ് എന്ത് പറയുന്നത്, സർവനാം അല്ലെങ്കിൽ പ്രോനൗൺ എന്ന് പറയുന്നത്. ഓക്കെ, പേരിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകളാണ് എന്ത്, സർവനാം എന്ന് പറയുന്നത്. ഈസി അല്ലേ? ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഹിന്ദി ഭാഷയിലെ പേരുകളുടെ ആവർത്തന വിരസത ഒഴിവാക്കുന്നതിന് വേണ്ടി, ആവർത്തന വിരസത റിപ്പീറ്റേഷൻ, ഓക്കെ, റിപ്പീറ്റേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയും പേരറിയാത്തവയുടെ പേരിന് പകരമായും ഉപയോഗിക്കുന്നത്. നമുക്കൊരു സാധനത്തിന്റെ പേര് അറിയില്ല അല്ലെ, നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നുണ്ടെങ്കിൽ ഇത് ഈ സാധനം ഇത് എന്ന് പറയും, അല്ലെങ്കിൽ ആ സാധനം അത് എന്നൊക്കെ നമ്മൾ പറയും. അതാണ് പറഞ്ഞിരിക്കുന്നത്. പേരറിയാത്തവയുടെ പേരിന് പകരമായി ഉപയോഗിക്കുന്ന ചില ഉപപേരുകളെയാണ് സർവനാമങ്ങൾ എന്ന് പറയുന്നത്. ഹിന്ദിയിൽ ടോട്ടൽ എത്ര സർവനാമങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കോ. 15 സർവനാമങ്ങളാണ് ഹിന്ദിയിലുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി ആ 15 സർവനാമം ഏതാണെന്ന് മിസ് കാണിച്ചു തരാം. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എന്താണ് സർവനാം. കണ്ടോ, മേം, തു, തും, ഹം, ആപ്പ്, വഹ്, യഹ്, വേ, യേ എന്നൊക്കെ പറയുന്നതാണ് എന്ത്, ഈ സർവനാം എന്ന് പറയുന്നത്. കണ്ടോ, പേരിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്, റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. 15 സർവനാമം മിസ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. സോ കാണുന്നുണ്ടല്ലോ, എന്താ 15 എണ്ണം ഇവിടെ ഉണ്ട്. ഇനി നോക്കിക്കോ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ മിസ് കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യനിൽ ആദ്യം വന്നിട്ടുള്ളത് ഈ യഹ് എന്താണ്, സർവനാമാണ്. ഈ യഹ് സർവനാമാണ്. അടുത്തത് ഇവിടെ വഹ് ഉണ്ട്, ഈ വഹ് സർവനാമാണ്. കണ്ടോ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാല് ആദ്യം വരുന്നത് ഇവിടെ വേ ആണ്. കണ്ടോ, ഈ ആദ്യം വരുന്നതാണ് എന്ത്, സർവനാം എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ടാമത് ഒരു കോ കിടക്കുന്നുണ്ട്, ഇവിടെ കെ കിടക്കുന്നുണ്ട്, ഇവിടെ കാ കിടക്കുന്നുണ്ട്. അപ്പം ഇതെന്താണ്, രണ്ടാമത് വരുന്നത് എന്താണ്, അതാണ് ഇനി മിസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം വരുന്നത് സർവനാമാണ്. ക്ലിയർ ആണല്ലോ. പേരിന് പകരം യൂസ് ചെയ്യുന്നത്, റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ യൂസ് ചെയ്യുന്നത്. ഇനി അതിന്റെ കൂടെ വരുന്ന ഈ
കാ കേ കീ നേ കോ സേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെന്താണ് എന്നാണ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. യെസ്, പ്രിപ്പോസിഷൻസ് ആണ്. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ പ്രിപ്പോസിഷൻ എന്നാണ് പറയുന്നത്. എന്താണ് ഈ പ്രിപ്പോസിഷൻ? വിഭക്തി പ്രത്യയം എന്നാണ് ഹിന്ദിയിൽ നമ്മൾ പ്രിപ്പോസിഷന് പറയുന്നത്. കുറച്ചുകൂടി ക്ലിയർ ആക്കിയിട്ട് മിസ് പറഞ്ഞുതരാം. നമ്മൾ ഇംഗ്ലീഷിൽ ഇൻ, ഓൺ, അറ്റ് എന്നൊക്കെ പറയുമല്ലോ, അതാണ് ഈ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സെന്റൻസ് നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതുകയാണെന്ന് വിചാരിച്ചോ, അപ്പം അതൊരു അർത്ഥം വേണ്ടേ വായിക്കുന്ന സമയത്ത്. അപ്പം പാരഗ്രാഫിലെ സെന്റൻസുകൾ അല്ലെങ്കിൽ വാക്കുകളെ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു മീനിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകൾ അല്ലെ, കുറച്ച് ശബ്ദങ്ങളാണ് ഹിന്ദിയിൽ ശബ്ദങ്ങൾ എന്ന് പറയാം. കുറച്ച് ശബ്ദങ്ങളാണ് എന്ത്? വിഭക്തി പ്രത്യയം അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. മിസ് ഇതേ ഈസി ആയിട്ടൊന്ന് വായിച്ചു തരാം. രണ്ട് വാക്കുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായകരമായി തീരുന്ന ഏതാനും ചില ശബ്ദരൂപങ്ങളെയാണ് വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. ഹിന്ദിയിൽ എത്ര വിഭക്തി പ്രത്യയങ്ങൾ ഉണ്ട്? 9 എണ്ണമാണ് ഉള്ളത്. മനസ്സിലായല്ലോ? നമ്മള് എന്താണ് ഇതിൽ, അതിൽ എന്നൊക്കെ പറയൂലേ, അത് തന്നെ. ഇൻ, ഓൺ, അറ്റ് എന്ന് പറയല്ലോ ഇംഗ്ലീഷിൽ. അത് തന്നെയാണ് വിഭക്തി പ്രത്യയം. അതായത് സെന്റൻസ് എഴുതുമ്പോൾ വാക്കുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് ഒരു മീനിങ് വേണം. മീനിങ് ഇല്ലെങ്കിൽ LKG കുട്ടികൾ മലയാളം എഴുതിയ പോലെയാവും അല്ലേ? യെസ്, അപ്പം മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? വിഭക്തി പ്രത്യയം എന്ന് പറയുന്നത്. ഇനി പറഞ്ഞു 9 വിഭക്തി പ്രത്യയങ്ങൾ ഉണ്ട്. ആ 9 വിഭക്തി പ്രത്യയങ്ങളാണ് മിസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാ കേ കീ നേ കോ സേ മേ പർ കേ ലിയേ. കാ കേ കീ നേ കോ സേ മേ പർ കേ ലിയേ. അങ്ങനെ പറഞ്ഞാൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. 9 എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. റെഡിയാണല്ലോ? 9 എണ്ണത്തിന്റെ ക്ലിയർ ആയിട്ടുള്ള മീനിങ്ങും മിസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. റെഡിയാണ്? അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്നതും രണ്ടാമത് വരുന്നതും എന്താണ് എന്ന് മനസ്സിലായല്ലോ. ഒന്നാമത് വരുന്നത് എന്താണെന്ന് മനസ്സിലാക്കി, രണ്ടാമത്തത് വരുന്നതും എന്താണെന്ന് മനസ്സിലാക്കി. ആദ്യത്തത് സർവനാം, രണ്ടാമത്തത് വിഭക്തി പ്രത്യയം. ഓക്കെ, ഇനി ഈ സർവനാമവും വിഭക്തി പ്രത്യയം കൂടി ചേർന്നാൽ റിസൾട്ട് എന്താണ്? അതാണ് ഇവിടെ. ഓക്കെ, ഒരു സർവനാമിന്റെ കൂടെ ഒരു വിഭക്തി പ്രത്യയം ചേർന്നാൽ എന്തായിട്ട് മാറും? അതാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാറ്. എന്തായിട്ട് മാറും? നോക്കിക്കോ, എന്തായിട്ടാണ് എല്ലാം മാറുന്നത് എന്ന് മിസ് ഈസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരാം. സോ ഇവിടെ സെക്കൻഡ്. ഓക്കെ, ഇതാ. സോ നോക്കിക്കോ, ഇതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള 15 എന്ത് സർവനാം. ഇത് 15 സർവനാമാണ് ഈ സൈഡിൽ മിസ് കൊടുത്തിരിക്കുന്നത്. ഈ 15 എണ്ണത്തില് വെറും 9 എണ്ണത്തിന് മാത്രമാണ് വിഭക്തി പ്രത്യയത്തിന്റെ കൂടി ചേരുമ്പോൾ മാറ്റം വരുന്നത്. ആ 9 എണ്ണം മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതില് കുറെ എണ്ണം എന്താണ് നിങ്ങൾക്ക് സ്കിപ്പാക്കി കളയാം. ആ 9 എണ്ണം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ബാക്കി ഒരുപാടാണ്. ഈ കുച്ച്, ക്യാ എന്നൊക്കെ ഉണ്ടല്ലോ. കുച്ച്, ക്യാ, ആപ്പ്, ഹം എന്നൊക്കെ പറയുന്ന സർവനാമിന് യാതൊരു മാറ്റവും വരില്ല ഈ വിഭക്തി പ്രത്യയത്തിന്റെ കൂടി ചേരുമ്പോൾ. ഇത് 9 വിഭക്തി പ്രത്യയങ്ങളാണ്. ഓക്കെ അല്ലേ? ഈ 9 ഇവിടെ മിസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 9 വിഭക്തി സർവനാമങ്ങൾക്ക് മാത്രമാണ് 15 എണ്ണത്തിൽ മാറ്റം വരുന്നത്. അപ്പൊ ബാക്കി വരുന്നത് അങ്ങ് വിട്ടുകളഞ്ഞോ, അതിനെ കുറിച്ച് ആലോചിക്കുക വേണ്ട. ഈ 9 എണ്ണം ഈ 9 വിഭക്തി പ്രത്യയത്തിന്റെ കൂടെ ചേരുമ്പോൾ എന്താണ് മാറ്റം വരുന്നത് എന്നാണ് എക്സാമിന് ചോദിക്കാറ്. 9 എണ്ണം ഒന്നും എക്സാമിന് ചോദിക്കാറില്ല. റിപ്പീറ്റ് ആയിട്ട് എക്സാമിന് വന്നുകൊണ്ടിരിക്കുന്ന സർവനാം കുറച്ച് എണ്ണമാണ്. 3 4 എണ്ണം ഉണ്ട്. അത് മിസ് ഇവിടെ പറഞ്ഞുതരാം. നിങ്ങളുടെ അടുത്ത് വഹ് ചോദിക്കും. ഒന്നാമത്തത് അത് ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തത് യഹ് ചോദിക്കാറുണ്ട്. അടുത്തത് വേ ചോദിക്കാറുണ്ട്, യേ ചോദിക്കാറുണ്ട്. ഓക്കെ, ഈ 4 എണ്ണവും ഇമ്പോർട്ടന്റ് ആണ്. ഈ മേം എന്നതും ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ 5 എണ്ണം നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. 5 സർവനാമ് ഈ 9 വിഭക്തി പ്രത്യയത്തിന്റെ കൂടി ചേരുമ്പോൾ ഉള്ള മാറ്റമാണ് ഇനി മിസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ആദ്യത്തത് മേം ആണ്. മേം. ഓക്കെ, മേം എന്ന സർവനാമ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 9 വിഭക്തി പ്രത്യയങ്ങൾ കണ്ടോ. കാ കേ കീ നേ കോ സേ മേ പർ കേ ലിയേ. ആ 9 വിഭക്തി പ്രത്യയമാണ്. ഈ മേ എന്ന് പറഞ്ഞിട്ടുള്ള സർവനാമ് ഈ 9 എണ്ണത്തിന്റെ കൂടി ചേരുമ്പോഴുള്ള വ്യത്യാസം എന്തായിട്ട് മാറുന്നു എന്നതാണ് ഇവിടെ മിസ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണല്ലോ എക്സാമിന് ചോദിക്കാറ് അല്ലെ. മേം പ്ലസ് കാ ഈസ് ഈക്വൽ ടു എന്താണ് എന്നുള്ള ചോദ്യമല്ലേ വരാറ്. ഓക്കെ, അപ്പം ഇത് മേം എന്ന ഒറ്റ സർവനാമിന്റെ മാത്രമാണ് ഈ പേജിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് 9 എണ്ണം നോക്കണം. 9 എണ്ണത്തിൽ തന്നെ മിസ് ഇവിടെ പറഞ്ഞിട്ടുള്ള 4 എണ്ണം 5 എണ്ണം ഷുവർ ആയിട്ടും നിങ്ങൾ പഠിച്ചിട്ട് വെക്കണം. ഓക്കെ അല്ലേ? അപ്പൊ മേം എന്നത് എന്താണ് ചേഞ്ച് വരുന്നത് എന്ന് മിസ് പറഞ്ഞു. അടുത്തത് തു ആണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈസി ആയിട്ട് മനസ്സിലാക്കാം. മലയാളം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് തും. തും എന്ന സർവനാമ് ഇത്രയും വിഭക്തി പ്രത്യയം 9 എണ്ണമാണ്. അതിന്റെ കൂടെ ചേരുമ്പോൾ ഉള്ള മാറ്റമാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഹം ആണ്. ഈ ഹമ്മും തുമ്മും ഒന്നും നിങ്ങളുടെ അടുത്ത് എക്സാമിന് ചോദിക്കൂല കേട്ടോ, ഒന്നും ചോദിക്കാറില്ല. അടുത്തത് ആപ്പാണ്. ഓക്കെ, റെഡി ആണല്ലോ?
സെറ്റ് ആണ്. നെക്സ്റ്റ് വന്നിട്ട് യഹ് ആണ്. ഇത് ചോദിക്കാറുണ്ട്. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. VIP ആണ്. VIP ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, യഹ് എന്നത് എന്താണ് മാറ്റം വരുന്നത്? ഇത്രയും വിഭക്തി പ്രത്യയങ്ങൾ 9 എണ്ണം എന്ത് ചേഞ്ച് ആണ് വരുന്നത് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് വഹ് ആണ്. യഹും വഹും വെരി ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കണം. ഓക്കെ അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഒന്ന് ക്ലിയർ ആക്കി മിസ് പറഞ്ഞിട്ടുള്ള ഈ 5 എണ്ണം നിർബന്ധമായിട്ടും പഠിക്കേണ്ട 5 എണ്ണം ഒന്ന് പഠിച്ചിട്ട് വെക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അടുത്തത് എ ആണ്. എയും ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഏതാണ്? വേ ആണ്. വേയും ഇമ്പോർട്ടന്റ് ആണ്, വരാറുണ്ട് എന്ന് മിസ് പറഞ്ഞു എക്സാമിന്. ഓക്കെ ആണല്ലോ? റെഡി ആണല്ലോ? നെക്സ്റ്റ് വന്നിട്ട് ഇതേ. ഓക്കെ, അപ്പൊ അത്ര എണ്ണാണ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ടത്. സോ ഇനി ലാസ്റ്റ് നോക്കിക്കോ, ഇതിന്റെ ആൻസർ ഒന്നും മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് ക്രിസ്മസിനും ഒക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ മിസ് എടുത്തിട്ടുള്ളതാണ്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇതേ വേ പ്ലസ് കോ ഉൻഹേം എന്നതാണ്. അപ്പൊ നിങ്ങൾ ഏത് സർവനാമം എടുത്തിട്ട് നോക്കണം. മിസ് ഇവിടെ സ്ലൈഡ് കാണിച്ചു തന്നത് എവിടെയാണ്? ഇതേ വേ ആണ്. വേ പ്ലസ് കോ ദേ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഉൻഹേം. കണ്ടോ? ആൻസർ ഇതാണ്, വേ പ്ലസ് കോ ഉൻഹേം. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്തത് നോക്കിക്കോ, ഇത് ഏത് സർവനാമാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്? വഹ് ആണ്. അപ്പം വഹ് എന്നത് മിസ് പറഞ്ഞു തന്ന പേജിൽ നമ്മൾ എടുത്തു നോക്കാം. ദേ ഇവിടെ ശരിയായിട്ടുള്ളത് വഹു പ്ലസ് കി, വഹു പ്ലസ് കി ഉസ്കി എന്നതാണ് ശരിയായിട്ടുള്ളത്. മനസ്സിലായല്ലോ? എന്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് സർവനാമാണ്, രണ്ടാമത് വരുന്നത് വിഭക്തി പ്രത്യയാണ്. അത് തമ്മിൽ മാച്ച് ആയി കഴിഞ്ഞാൽ എന്ത് ചേഞ്ച് ആണ് വരുന്നത് എന്നുള്ള ചോദ്യമാണ്. ജസ്റ്റ് 1 മാർക്ക് 2 മാർക്കിന് ചോദിക്കുക ഗ്രാമർ ആയിട്ട്. ഇനി ഇന്നത്തെ, അതായത് ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞ ഉടനെ നിങ്ങൾ അങ്ങോട്ട് മനസ്സിൽ ഉറപ്പിക്കുക, ഓക്കെ ഇനി എനിക്ക് ഈ ഗ്രാമർ ക്വസ്റ്റ്യൻ വന്നാൽ തെറ്റ് വരില്ല, ഞാൻ അതൊന്ന് പഠിച്ച് ആലോചിച്ച് ഞാൻ എഴുതും. ഈസി ആണ് എന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് അങ്ങ് പഠിപ്പിക്കുക. ഈസി ആണ്, ഇത് മാത്രമേ ഉള്ളൂ. മിസ് പറഞ്ഞു തന്നിട്ടുള്ള ഈ 5 എണ്ണം ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞല്ലോ. യഹ് വഹ് വേ വേ യേ ഒക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. അത് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് വെക്കുക. ഓക്കെ അല്ലേ? അത്ര ഇടത്തുനിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വരുള്ളൂ കേട്ടോ. റെഡി മക്കളെ? സോ സർവനാം സെറ്റ് ആണ് എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം. മനസ്സിലായോ? ഈസി ആയിട്ട് പെട്ടെന്ന് മിസ് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നൊന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. സോ മക്കളെ, അടിപൊളിയായിട്ട് സർവനാം ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുക. അതായത് സർവനാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം വരുന്നത് ക്വസ്റ്റ്യനിൽ വഹ് യഹ് ആണ് സർവനാം. അടുത്തത് വിഭക്തി പ്രത്യയാണ്. കാ കേ കി എന്നുണ്ടല്ലോ, സെന്റൻസിന്റെ അർത്ഥം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെ അർത്ഥം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം സർവനാമവും വിഭക്തി പ്രത്യയം കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്താണ് മാറ്റം വരുന്നത് അത് മിസ് ഇവിടെ കാണിച്ചു തന്നു നിങ്ങൾക്ക്. റെഡിയാണ്? സെറ്റ് ആണ്. സോ സർവനാം ക്വസ്റ്റ്യൻ ഗ്രാമർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈസി ആക്കി എഴുതുമെന്ന് മിസ്സിന് ഇപ്പം ഉറപ്പിച്ച് മിസ്സിന്റെ മനസ്സിൽ ഒരു എന്താണ് ആ മിസ് അങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എഴുതാൻ പറ്റും, അത്രയും ഈസി ആയിട്ട് ആ മിസ് പറഞ്ഞു തന്നിരിക്കുന്നത് എന്നൊരു കോൺഫിഡൻസ് മിസ്സിനുണ്ട്. നിങ്ങൾക്കും ആ കോൺഫിഡൻസ് വേണം. സോ ഈ കാണിച്ചു തന്നിട്ടുള്ള നോട്ട്സ് ഒക്കെ നന്നാക്കി നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? സോ മക്കളെ, നാളത്തെ എക്സാമിന് തകർത്ത് പഠിച്ചോ. വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ലൈഫിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇനി 8ാം ക്ലാസ്സിലെ പുസ്തകം എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. സോ ആ ഒരു മെന്റാലിറ്റിയിൽ ഇരുന്ന് പഠിക്കുക. ലാസ്റ്റ് ആണ് എന്ന് വിചാരിക്കുക. സോ മക്കളെ, താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ട് പഠിച്ചോളൂ. സർവനാം നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. സോ മക്കളെ, താങ്ക് യു സോ മച്ച്.